പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഒരു വീറ്റോ പവർ എന്ന് പറയുന്ന സംവിധാനം പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളതാണ്. മുസ്ലിം വിഭാഗക്കാരുടെ ആ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് അത് എഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോഴും ആ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി BJP മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളിലും, ലോക്സഭയാണെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിലും അവിടെയെല്ലാം BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് 50% വോട്ട് നേടിയിട്ടാണ്. അപ്പം 50% വോട്ട് നേടിയാൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം മോദി വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ടാക്ടിക്കൽ വോട്ടിങ്ങിനെ മറികടക്കാൻ സാധിച്ചത്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രിയതയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ ഉത്തർപ്രദേശൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ പറയുകയാണെങ്കിൽ മൊറാദാബാദ്, അലിഗഡ്, മീററ്റ്, ഈ മേഖലകളിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഹെവിയാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം BJPക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളും 50%-ലധികം വോട്ട് നേടിയാണ് BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് നിന്ന് പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് കൗണ്ടർ പോളറൈസേഷൻ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ മുമ്പ് ഈ ഒരു പ്രവണത ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല.